നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കുമ്പോൾ ഇത് റൈറ്റ് ടൈമാണ്, മാറ്റങ്ങൾക്കുള്ള റൈറ്റ് ടൈമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ലയണൽ സ്കലോനി പറഞ്ഞത്. ടീമിൽ പുതുമുഖങ്ങൾക്കും യുവതാരങ്ങൾക്കുമൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. ടീമിൻ്റെ കോർ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ യുവതാരങ്ങൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു എന്ന് സ്കലോനി പറയുന്നു. ഇപ്പോൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് വിലയിരുത്തുന്നു, ഈ 2025 അതായത് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഈ വർഷത്തിൽ അർജന്റീന ടീമിൽ മിന്നിക്കത്താൻ സാധ്യതയുള്ള 5 താരങ്ങൾ ആരൊക്കെയാണ്. ഒന്ന് തീർച്ചയായിട്ടും അലയാൻദ്രോ ഗർനാച്ചോയാണ്. 20കാരനായിട്ടുള്ള താരം മികച്ച പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം അവിടം വിട്ടു പോകാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹം അവിടെ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അത്രയും ടാലൻറ്റഡായിട്ടുള്ള പ്ലെയറാണ് ഗർനാച്ചോ എന്ന കാര്യത്തിൽ തർക്കമില്ല. തൻ്റെ മികവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വർഷം അദ്ദേഹം അർജൻറ്റീനക്കായിട്ട് പൊളിച്ചടുക്കിയേക്കും. അതുപോലെ കാണുന്ന ഒരു താരം നിക്കോ പാസാണ്. നിക്കോ പാസ് റയൽ മാഡ്രിഡിൽ നിന്ന് കോമോയിലേക്ക് പോയി അവിടെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അവൻ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുകയും അവൻ്റെ അസിസ്റ്റിൽ മെസ്സിയുടെ ഗോൾ പിറക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം അതായിരുന്നു എന്ന് അവൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഏതായാലും നിക്കോ പാസിൽ വലിയ പ്രതീക്ഷ അർജൻറ്റീനക്കുണ്ട്. ഒപ്പം ജൂലിയാനോ സിമയോണി, എന്തൊരു പ്രകടനമാണ് പിതാവ് ഡിയേഗോ സിമയോണിയുടെ കീഴിൽ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ജൂലിയാനോ സിമയോണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഗോളുകൾ വരുന്നു, വലിയ ഇമ്പാക്റ്റ് കളിയിൽ ഉണ്ടാക്കുന്നു. അർജൻറ്റീന ദേശീയ ടീമിലേക്ക് അവൻ വീണ്ടും എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ വാലന്റൈൻ കസ്റ്റയോനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസേഷനായിട്ടുള്ള ഒരു സീസണാണ് കടന്നു പോയിരുന്നത്. 28 ഗെയിമുകളിൽ നിന്ന് ലാസിയോയ്ക്ക് വേണ്ടി അവന് 11 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ കസ്റ്റയോനസിൽ വലിയ പ്രതീക്ഷ എന്തായാലും അർജൻറ്റീനക്കുണ്ട് എന്നർത്ഥം. പിന്നെ ലിയനാർഡോ ബലേഡിയെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിൽ നിന്ന് 2025 മികച്ചൊരു പ്രകടനം ആരാധകർ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാഴ്സയ്ക്ക് വേണ്ടിയിട്ടാണ്. മാഴ്സയിൽ നിന്ന് നമുക്കറിയാം, ബൊക്ക ജൂനിയേഴ്സിലൂടെ വളർന്നു വന്ന താരമാണ്. അതിനുശേഷം ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് പോയി. ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് മാഴ്സയിലേക്ക് ലോണിൽ പോയി. അവിടെ നിന്ന് ഇപ്പോൾ മാഴ്സയിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷ എന്തായാലും സെൻറ്റർ ബാക്കായിട്ടുള്ള ലിയനാർഡോ ബലേഡിയിലുണ്ട്. പ്രത്യേകിച്ച് ലിസാൻഡ്രോ മാർട്ടിനസിനൊക്കെ പരിക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.